ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ തട്ടുകട സ്റ്റൈലിലുണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിവിടെ ഒരു മൺചട്ടിയിലാണ് വേവിക്കുന്നത്. നോൺ സ്റ്റിക്കിൽ വേവിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. നമ്മളിത് പകുതിയൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പൊടികളാണ് ഞാൻ പറയുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞതോ അല്ലെങ്കിൽ വട്ടത്തിലരിഞ്ഞതോ എങ്ങനെയായാലും കുഴപ്പമില്ല. 3 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ. ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുത്താൽ മതി. ഇനി വേണ്ടത് നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. പകുതി വേവിൽ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ആ വെള്ളത്തിൽ തന്നെ കിടന്നത് വെന്തോളും. ഒരുപാട് വെന്തോടയും ചെയ്യരുത്. പകുതി വേവാകുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിനകത്തുനിന്ന് ചിക്കൻ നമ്മൾക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിനകത്ത് മസാല ഉണ്ടെങ്കിൽ ആ മസാല നമ്മൾക്ക് ഇനി ആവശ്യം വരും. അപ്പോൾ ചിക്കൻ മാത്രം ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ചിട്ട് മസാല മാത്രം വേറെ വയ്ക്കുക. ഇനി ഇതിനൊരു കോട്ടിംഗ് കൊടുക്കാനായിട്ട് വേറൊരു പാത്രം എടുത്ത് അതിനകത്തോട്ട് 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1/2 ടേബിൾ സ്പൂൺ. ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, നാരങ്ങാനീര് അല്ലെങ്കിൽ വിനീഗർ 1 ടേബിൾ സ്പൂൺ. ഞാനിവിടെ നാരങ്ങാനീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കൻ്റെ മസാല ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കനെല്ലാം ഞാൻ ഇതിനകത്ത് മാറ്റി ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു റെഡ് കളറെല്ലാം കിട്ടും. ഇതിനകത്ത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കളറ് നമ്മുടെ മസാലയ്ക്ക് കിട്ടും. ഇനി നമ്മൾക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികളും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി വേണ്ടത് മൈദ അല്ലെങ്കിൽ ആട്ടമാവ് 1/2 ടേബിൾ സ്പൂൺ. ഞാനിവിടെ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കാരണം ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് അരച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കാതിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള വെളിച്ചെണ്ണ അടുപ്പത്ത് വയ്ക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടിരിക്കുക. വെജിറ്റബിൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കുന്നതാണ്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇതിനകത്തോട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ബാക്കിയുള്ള മാവിൽ കുറച്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ സൈഡിലൊന്ന് റെഡിയാക്കി വയ്ക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പകുതി കുക്കായിട്ടുള്ള ചിക്കനാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കോട്ടിംഗ് എല്ലാം ഫ്രൈ ആയി കഴിയുമ്പോൾ ചിക്കനും കൂടെ വെന്ത് കാണും. ആ സമയത്ത് നമ്മൾക്കിത് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ട്രിപ്പ് ചിക്കൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ഒരു സൈഡ് ആകുമ്പോൾ നമ്മൾക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കോട്ടിങ്ങിന് ഉണ്ടാക്കിയ മസാലയ്ക്കകത്ത് തന്നെ കുറച്ച് പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാദ്യമേ ഇട്ട് കൊടുത്താൽ മുളകെല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പച്ചമുളകിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയാണ്. മുളകും കരിഞ്ഞു പോയിട്ടില്ല. എല്ലാം കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കുക.
അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്